സുഹൃത്തുക്കളും സൂപ്പർ സാറാണ്. മറ്റൊരു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇംപ്രൂവ്മെന്റിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു. ഇപ്പോഴും പല കുട്ടികളും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിലേക്കുള്ള സമയം നമ്മൾ അറിയപ്പെടാതെ നഷ്ടപ്പെടും. ഇത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഇപ്പൊ അവര് ഇങ്ങനെ ഓടി നടക്കുക, എവിടെ പോയി ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതൊന്ന് എക്സാം എഴുതുമെന്ന്. നല്ല സുന്ദരമായിട്ടുള്ള കുറെ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. മീൻസ് നഷ്ടപ്പെട്ടവർ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ളത് എക്സാമാണ്. ഈ എക്സാമിനുള്ള രീതിയിൽ കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുന്നതൊക്കെ ഏകദേശം നന്നായിരിക്കണം, മീൻസ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിയാൽ നമുക്കൊരു എക്സാം തോക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒരു വർഷം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം, നല്ല കട്ടയ്ക്ക് നിന്ന് പഠിച്ചോണം. മടി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, മടി നമ്മളെ പിടികൂടും. പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മടി പറയും, എടാ ഇപ്പോഴേ വേണ്ട, നാളെ പഠിക്കാവിടാ. അന്ന് തന്നെ അവനെ കൊന്നിട്ട് നമ്മൾ പഠിച്ച് അന്ന് തന്നെ തുടങ്ങിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കണം. ഫൈൻഡ് സിഗ്മ k = 1 to 11 2 + 3 raised to k. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിച്ചോണം. ഇത് നമ്മുടെ +1 സീക്വൻസസ് ആൻഡ് സീരീസിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. നമുക്ക് ആദ്യം ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ മീനിങ് സം എന്നാണ്, തുക എന്നാണ് കേട്ടോ. കുറെ ഒരേപോലുള്ള നോക്കട്ടെ, കുറെ ഒരേപോലുള്ള ടേംസുകളുടെ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ. അപ്പൊ നമുക്ക് ഈ സിഗ്മയെ നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്ത്, അതായത് സിഗ്മ k = 1 to 11 2 + 3 raised to k. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സിഗ്മയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് കേട്ടോണം. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ. നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് ടേംസിനെ നോക്കണം. അല്ലല്ലോ, 2 + 3 raised to k ഉണ്ടവനെ ഈ kക്ക് വേണ്ടി 1 കൊടുക്കണം. ഓക്കെ, ഒരു ടേം ആയി. പ്ലസ് നെക്സ്റ്റ് 2 + 3 raised to 2, രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 1 to 11 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അപ് ടു ഇങ്ങനെ 11, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1 തൊട്ട് ഇങ്ങനെ നടന്ന് 11 എത്തുക. അപ്പൊ 1 കൊടുത്തു, +2 കൊടുത്തു, +3 കൊടുത്തു, അപ് ടു 11 കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ 2 കൊടുത്താണല്ലോ. അപ്പൊ ഈ 2+ ഇവിടെ വരെ കുഴപ്പമില്ല, ഈ kക്ക് മാത്രമേ 1 ഉം 2 ആയിട്ട് മാറത്തുള്ളൂ. ഈ 2 + 3 എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ടൈം ചോദിച്ചാൽ 2 + 3 raised to 3 എക്സെട്രാ 2 + 3 raised to 11. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം തൊട്ട് ലാസ്റ്റ് ടൈം സിഗ്മയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഭാഗിക്കണം, മീൻസ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ 2വിനെ കേട്ടോ, ഈ 2വിനെ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് 2 + 2 + 2 + എക്സെട്രാ ടു എത്ര ടൈംസ് ഉണ്ട്? 11 ടൈംസ് ഉണ്ട് വരെ. കാരണം എന്തുകൊണ്ടാ, 1 തൊട്ട് 11 വരെ അല്ലേ. അപ്പൊ 1 തൊട്ട് 11 വരെ എന്ന് പറഞ്ഞാൽ 11 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് 2 + 2 + എത്ര ടൈംസാ? 11 2കൾ ഉണ്ടെന്ന് അർത്ഥം. 11 2കൾ, അതാണ് 2 + 2 + എക്സെട്രാ എത്ര ടൈംസ് ഇങ്ങനെ എഴുതണം? 11. അതുപോലെ 3 raised to 1 അടുത്തത്, അതാണ് 3 raised to 1 3² 3³ എക്സെട്രാ 3 raised to 11. അപ്പൊ 2. ഇപ്പൊ മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മളിപ്പോ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇത്രയൊക്കെ നോക്കാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ഇപ്പൊ തന്നെ ഒരു ബുക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ കണ്ടിപ്പോ മടി വിചാരിക്കും, ഓ പിന്നെ ചെയ്ത് നോക്കാം, അവിടെയാ മടി. അവനെ ഇപ്പൊ തന്നെ തീർക്കാമല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ബുക്ക് എടുക്കുന്നു, ഒരു പേൻ എടുക്കുന്നു, ഒന്ന് നോക്കുന്നു. ഈ ബുക്കും പെന്നും അങ്ങോട്ട് എടുത്തങ്ങോട്ട് ചെയ്യുമ്പോൾ അവനെ ഇപ്പൊ തന്നെ പഠിച്ച് തീർക്കാം. നാളത്തേക്ക് എന്തിനാ വെച്ചേക്കുന്നത്? നാളത്തേക്ക് വേറെ പുതിയത് പഠിക്കാം. അങ്ങനെ നമുക്ക് ഒരു ദിവസം തന്നെ ഇച്ചിരി കൂടുതൽ അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് എക്സാമിന് എത്തുമ്പോൾ സന്തോഷമായിട്ട് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ പിന്നെയും വീട്ടിൽ വന്ന് വിഷമം. ഇത് കാണുമ്പോൾ വീട്ടുകാർക്ക് സഹിക്കത്തില്ല. ഓക്കെ, അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കാൻ 2 + 2 + 2 + 2 എക്സെട്രാ 11 ടൈംസ്. 2 11 തവണ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 22. 2 × 11 നമുക്കറിയാം. 2 തവണ ആഡ് ചെയ്ത് എത്ര മതി? 2 + 2 4. 2 + 2 + 2 3 തവണ ആഡ് ചെയ്താൽ എത്രയാണ്? 6. ദാറ്റ് ഈസ് 2 × 3. ഇപ്പൊ 2 + 2 + 2 + 2 4 തവണ ആഡ് ചെയ്താൽ 8. 2 × 4. ഓക്കെ, അപ്പൊ 11 ടൈംസ് ആഡ് ചെയ്ത് എത്ര മോനെ? 2 × 11. ഓക്കെ ആണല്ലോ, പ്ലസ്. ഓക്കെ, ഈ പ്ലസ് ആണ് കേട്ടോ. ഇനി ഇത് നോക്കിക്കാൻ മോനെ, ഇവിടെയാണ് നമ്മൾ GP എത്തി കേട്ടോ. 3 സ്ക്വയർ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് മോനെ? GP അല്ലയോ? കണ്ടോ, 3 കൊണ്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് പോയേക്കുക. ഓക്കെ, ദാറ്റ് ഈസ് GPയിലെ എത്ര മോനെ? 3. R = second time by first time, that is 3² by 3 9/3, that is also 3.
ഓക്കെ, അപ്പൊ എയും ആറും 3 ആണ്. നെക്സ്റ്റ് n ഈക്വൽ എത്ര മോനെ 11. അപ്പൊ ഇതിന്റെ സം നമ്മൾ ചെയ്യാൻ പോകുന്നത് a ഇൻറ്റു r⁻n−1 ഡിവൈഡഡ് ബൈ r−1. ഓക്കെ, ഇതിന്റെ സമ്മിന്റെ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു 22 പ്ലസ് എയ്ക്കും ആറിനും കേട്ടല്ലോ എന്നിനും കൊടുക്കാമല്ലോ എത്ര മോനെ 11 ബൈ 3−1. നോക്കിക്കേ, എയ്ക്ക് 3 കൊടുത്തു, ആറിന് 3 കൊടുത്തു, എന്നിന് 11 കൊടുത്തു കേട്ടോ. That is equal to 22 plus 3 into 3⁻11−1 divided by 2. പരിപാടി നിർത്തുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഓടുക, അത്രേ ഉള്ളൂ കേട്ടോ, തീർന്നു. ഇനി ചെയ്യാൻ നിൽക്കല്ലേ, അല്ല 3 11 തവണ ഇൻറ്റു ചെയ്ത് 1 അതിനെ കുറച്ച് 2 കൊണ്ട് ഹരിച്ച് ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ ഇതിനെ ഒന്നും നമുക്ക് ചെയ്തൊരു ന്യൂമറിക്കൽ വാല്യൂ ആക്കേണ്ട ഒരു ആവശ്യമില്ല, പവർ വലുതായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സിഗ്മയെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ബ്രാക്കറ്റുകൾ 11 എന്നിട്ട് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2കൾ എല്ലാം കൂടി ഒരു ബ്രാക്കറ്റ്, 3 എല്ലാം കൂടെ മറ്റൊരു ബ്രാക്കറ്റ്, ആദ്യത്തെ 2കൾ എല്ലാം കൂടി ചേരുമ്പോൾ 22. 3കളുടെ ടൈംസ് നോക്കുമ്പോൾ അത് GP ആണ്. അതിന്റെ ഫസ്റ്റ് ടൈം എ എത്ര മോനെ 3 ആണ്, ആറ് എത്ര തന്നെ 3 ആണ്, എയും ആറും 3, n എത്ര മോനെ 11 ആണ്. നെക്സ്റ്റ് സമ്മിന്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. എന്തായാലും സമ്മിന്റെ ഫോർമുല a ഇൻറ്റു r⁻n−1 ബൈ r−1. എയ്ക്ക് ആറിന് വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് വരും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ സിമ്പിൾ ആയിട്ട് സൂപ്പർ ആയിട്ട് ഫുൾ മാർക്കിൽ എത്തുന്ന രീതിയിലുള്ള ക്ലാസ്. നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസുകൾ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ്, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.